ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി M6 റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊരു പോക്കാണ് മാർക്കറ്റ് പോയത്. താഴോട്ടും മുകളിലോട്ടും അടിച്ച് പലരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ M6 സപ്പോർട്ട് പ്ലാനുള്ളവർക്കും ഞങ്ങളുടെ പ്രോപ്പർട്ടി ഡെസ്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം കിഡിലും പ്രോഫിറ്റ് കിട്ടി വെച്ചത്. നല്ല ഉഗ്രം വീക്കായിരുന്നു. അപ്പ് സൈഡ് ക്യാപ്ചർ ചെയ്തു, ഡൗൺ സൈഡും ക്യാപ്ചർ ചെയ്തു. കിഡിലം ട്രേഡ് എനർജിയിൽ കിട്ടി, ഒക്രോയിൽ കിട്ടി, നാച്ചുറൽ ഗ്യാസിൽ കിട്ടി. ഈ ആഴ്ചയിൽ എല്ലാത്തിലും കൈവച്ച്, സിൽവർ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. പലരും സിൽവറും കൈവച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സിൽവർ വെച്ച് ബാക്കി എല്ലാത്തിലും കൈവച്ച് കിഡിലം പ്രോഫിറ്റ് കിട്ടിയ ഒരു വീക്കായിരുന്നു ഇപ്പം കഴിഞ്ഞു പോയിട്ടുള്ളത്. സോ നമ്മുടെ ഹെവി കഴിഞ്ഞ നിങ്ങൾ നോക്കി അറിയാം, ഗോൾഡ് ആയാലും സിൽവർ, ഗോൾഡൊക്കെ ആണെങ്കിൽ 5000 കിടന്ന ഡോളർ ആയിരുന്നു കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്ന മാർക്കറ്റ് കയറി $5600 വരെ ഗോൾഡ് പോയി. പക്ഷെ എന്ത് പറ്റുന്ന ഫ്രൈഡേയിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയ ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കെവിൻ വാർഷ് വന്ന് ഫെഡറൽ റിസർവിന്റെ ചെയർമാനായി വരുമെന്നൊക്കെ ഒരു ശ്രുതി അങ്ങോട്ട് പറഞ്ഞു. കാരണം ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ പൊതുവേ പറയലേ, ഏവൻ മെറ്റൽസിന് ശാപമാണെന്ന് പറയുമ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ ഡോളറിനെ സ്ട്രെങ്ത് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തൊരു ട്രംപിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് അത് ഹെവി ആയിട്ട് ബാധിച്ചു. പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഇൻസൈഡർ ഇൻഫർമേഷൻ പ്രകാരം ബ്ലാക്ക് റോക്ക് പോലുള്ള ഒന്ന് രണ്ട് ഹെഡ്ജ് ഫണ്ട്സ് അവരുടെ പോർട്ട്ഫോളിയോയുടെ 20% പ്രഷ്യസ് മെറ്റലിന്റെ പോർട്ട്ഫോളിയോയുടെ 20% മുകളിൽ അവർ സെല്ല് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്ത് ഇറങ്ങി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കി അറിയാം, സിൽവർ ഇപ്പൊ തേഴ്സ്ഡേ പോലും ഗോൾഡിന്റെ അത്രയ്ക്ക് സെല്ലിങ് അവൻ അനുഭവിച്ചിട്ടില്ല. തേഴ്സ്ഡേ പോലും ആ 116 120 ഭാഗത്ത് വന്ന് $115 ഭാഗത്തേക്ക് വന്നു. പക്ഷെ ഫ്രൈഡേയിൽ $115 നിന്ന് അവ ഏകദേശം $72, ഏകദേശം പറഞ്ഞാൽ $40 ഒരു ദിവസം അടിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചു എത്ര ശതമാനം ലോസ് എന്ന്. ഓൾമോസ്റ്റ് 35 to 40% താഴേക്ക് ഇറങ്ങി വന്നു ആ ദിവസം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഹെവി മറ്റേ പല ഹെഡ്ജ് ഫണ്ട്സുകളും ഹെവി ആയിട്ട് ഗോൾഡിനെക്കാട്ടും കൂടുതൽ പോയിട്ടുള്ള സിൽവറിലായിരുന്നു. സോ ദർ ഇസ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ഹാപ്പൻഡ് ഓൺ ദിസ് ലാസ്റ്റ് ഫ്രൈഡേ. ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഹെവി സെല്ലിംഗ് ആണ്. അതേ സമയത്ത് ക്രൂഡ് ഓയിലിൽ ചെറിയൊരു ഡിമാൻഡ് അപ്സൈഡ് ആയിരുന്നു, ട്രെൻഡിങ് അപ്പായിട്ടുള്ള വീക്കായിരുന്നു ക്രൂഡ് ഓയിൽ ഈ ആഴ്ച സംഭവിച്ചത്. നാച്ചുറൽ ഗ്യാസും ട്രെൻഡ് അപ്പായ വീക്കാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ റഷ്യ അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലെ ഇത്തവണത്തെ വിന്റർ അതികഠിനം എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു കഠിനം പൊന്നയ്യപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ ശബരിമല പറയുന്ന വാക്ക് പറയുമ്പോൾ കഠിനമായിട്ടുള്ള ഒരു വിന്റർ ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൊതുവേ നാച്ചുറൽ ഗ്യാസിന്റെ ഡിമാൻഡ് അങ്ങോട്ട് കൂടി തുടങ്ങി. ആ ഒരു മൂവ്മെന്റ് ഈ ആഴ്ചയുടെ ട്രെൻഡിങ് വീക്കായിട്ട് നാച്ചുറൽ ഗ്യാസിൽ വന്നിട്ടുണ്ട്. അതേപോലെ എനർജി സെക്ടറായ ഇറാന്റെ ഒരു കോൺഫ്ലിക്ട് കാരണം അമേരിക്ക ഇപ്പൊ അടിക്കുന്ന 3 കപ്പലിനെ കൊണ്ട് ആ സൈഡിൽ നിർത്തിയിട്ട് അവൻ നടന്ന് ഇപ്പൊ ഉണ്ട്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട് ഉള്ളത് കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒന്ന് കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനർജി സെക്ടറിൽ ഡിപ്പോൺ ബൈയിങ് ആയിരുന്നു, പ്രഷ്യസ് മെറ്റലിലെ ഹെവി സെല്ലിംഗ് ആണ്. ബൈയിങ്ങിൽ ആരും എനിക്ക് അത് പ്രശ്നമില്ല. പക്ഷെ ഫ്രൈഡേയിൽ സംഭവിച്ച പ്രൊഫൈല് എൻ്റെ വീക്കിന്റെയും എൻ്റെ മന്തിന്റെയും പ്രൊഫൈലിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഹെവി സെല്ലിംഗ് ആയിരുന്നു പ്രഷ്യസ് മെറ്റൽസിലും ഉണ്ടായിട്ടുള്ളത്. സോ നമുക്കിനി വീക്കിലി റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തന്നെ എനർജി സെക്ടർ നോക്കാം. ഇപ്പൊ എനർജി സെക്ടറിന്റെ എന്റെ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഡിപ്പ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ബൈ ചെയ്യാം. അപ്പൊ ഏതൊക്കെ ഡിപ്പാണെന്ന് നമുക്കറിയാം. ആദ്യം നമുക്ക് ക്രൂഡ് ഓയിലേക്ക് പോവാം. ക്രൂഡ് ഓയിലില് ഈ ആഴ്ച ഒരു ട്രെൻഡിങ് അപ്പായ ഒരു വീക്കാണ്. ട്രെൻഡിങ് അപ്പായ വീക്ക് വിത്ത് POC വന്നിരിക്കുന്നത്, വീക്കിലി POC വന്നിരിക്കുന്നത് 5935 ഭാഗത്താണ്. നമ്മൾ ഏകദേശം പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 6127 അല്ലെങ്കിൽ 6120 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് ക്രൂഡ് ഓയിൽ എങ്ങോട്ട് പോവാം. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 6120, 6300, ഈവൻ 6400 വരെ ക്രൂഡ് ഓയിലിന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പഴയ ഒരു ഏരിയയാണ്. നമ്മൾ അവിടെ നിന്നൊക്കെയാണ് ബ്രേക്ക് ഔട്ട്. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പഴയ ഒരു ഏരിയയാണ്. അവിടെ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്തേണ്ട ഈ 6100 ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു POs നിങ്ങൾ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ടോ 6300 വരെയുള്ള ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്ക് ഫില്ലിംഗ് 1400 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി 5935 താഴെ നിൽക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യാം, ഈ ഒരു വീക്കിലി സിംഗിൾ പ്രിന്റായ 5857 ഇല്ല 5768 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഈ 5768 പൊട്ടിയാൽ മാത്രമേ ക്രൂഡ് ഓയിൽ വീണ്ടും സെല്ലിങ്ങിലേക്ക് പോവുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇറാന്റെ ആ കോൺഫ്ലിക്റ്റ് ഉള്ളത് കാരണം
അപ്പൊ 5760 ഭാഗത്ത് ക്രൂഡ് ഓയിൽ കിട്ടുമെങ്കിൽ അവിടെ വെച്ചൊരു ഡിപ്പ് ബൈക്കും ക്രൂഡ് ഓയിൽ പോസിറ്റീവ് ആണ്. ഇല്ല 5760 ഒക്കെ താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും എങ്ങോട്ട് പോവാം, ഈ 5550 5600 ഭാഗത്തേക്ക് ക്രൂഡ് ഓയിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. 5760 ഭാഗത്തേക്ക് ഡിപ്പ് ബൈയിങ് ഉണ്ട്. ഇല്ല 6120 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 6300 400 വരെ പോകാനുള്ള ചാൻസും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി 5760 പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 5650 5550 ഭാഗത്തേക്ക് വന്ന് ഈ ഭാഗത്തെ കുറച്ച് അനോമലീസ് കുറച്ച് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നാച്ചുറൽ ഗ്യാസ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രെൻഡിങ് അപ്പായ വീക്കാണ്. ഏറ്റവും കൂടുതൽ വോളിയം സോൺ എന്ന് പറഞ്ഞാൽ 354 ഭാഗത്താണ് നാച്ചുറൽ ഗ്യാസിൽ വോളിയം കണ്ടിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞൊരു ട്രെൻഡ് അപ്പായ ഒരു വീക്കായിരുന്നു നാച്ചുറൽ ഗ്യാസിൽ സംഭവിച്ചത്. നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ഏരിയ 380 മുകളിൽ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലോസ് ആയിട്ടുണ്ട്. ഇനി 380 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 400 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ 405 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് എങ്ങോട്ട് പോവാം, ഈ 405 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എങ്ങോട്ട് പോവാം, എന്നെ സംബന്ധിച്ച് 420 440 457 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിൽ ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ ഇപ്പം പറയുന്നത്. 348 350 ഭാഗത്തേക്ക് എത്തുമ്പം MCX ഒരു ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുന്നതാണ്. ഇല്ല ഫ്രഷ് ബ്രേക്ക്ഔട്ട് ബൈയിങ് ആണെങ്കിൽ 410 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോവാം, 457 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനർജി സെക്ടറിൽ പൊതുവെ ഞാനൊരു ഡിപ്പ് ബൈയിങ് ആണ് പറയുന്നത്. ആ ഡിപ്പ് ബൈയിങ്ങിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ പൊസിഷൻ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട പ്രഷ്യസ് മെറ്റൽ XAUSD. കഴിഞ്ഞ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇതായിരുന്നു നമ്മളെ മൺഡേയിൽ ആശായിരുന്നത്. കഴിഞ്ഞ ഫ്രൈഡേ ഈ ഭാഗത്ത് 5460 ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൺഡേയിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ചെയ്തു, പിറ്റേ ദിവസവും ആ ഭാഗത്ത് തന്നെ കിടന്നു. പക്ഷേ ബുധനാഴ്ച തൊട്ട് തുടങ്ങി കയറ്റാവ് ഏകദേശം പറഞ്ഞാൽ $5600 വരെ പോയി. ആ എല്ലാ വീക്കിന്റെ അപ്സൈഡിനെ ആ കവച്ച് വച്ചുകൊണ്ട് താഴേക്ക് പൊട്ടിയൊരു ന്യൂട്രൽ എക്സ്ട്രീം ആയിട്ട് ഡൗൺവേർഡ് വീക്കാണ് ഗോൾഡ് വന്നിരിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി POC നിൽക്കുന്നത് 5075 ഭാഗത്തും നമ്മുടെ ക്ലോസ് വന്നിരിക്കുന്നത് 4882 ഭാഗത്തുമാണ് ക്ലോസ് വന്നിരിക്കുന്നത്. ഇപ്പം പൊതുവെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഈ 5000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ 5074 ഭാഗത്തേക്ക് വരാം. 5074 5100 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ 5390 5400 ഭാഗത്തേക്ക് റിവേഴ്സൽ റാലി പോസിബിൾ ആവുള്ളൂ. ഇല്ല അവൻ 4880 77 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POC ആയ 4665 ഭാഗത്തേക്ക് വരാം. 4665 പൊട്ടേ അല്ലെ അതിന് താഴെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ബൈയിങ് നടന്ന 4600 ഭാഗത്തേക്കും എത്താം. 4600 പൊട്ടയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും പഴയ താഴേക്ക് ഇറങ്ങാനുള്ള ട്രെൻഡിങ് കുറെ POCകൾ കിടപ്പുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 4600 ഭാഗത്തേക്ക് ഒരു ഗോൾഡിൽ 4600 670 ഭാഗത്ത് ഗോൾഡിൽ ഒരു ഡിമാൻഡ് സോൺ ഞാൻ കാണുന്നുണ്ട്. 5120 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് 5400 ഭാഗത്തേക്ക് കുറച്ച് ഏരിയ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. ഞാനിപ്പോ ഗോൾഡിൽ വാച്ച് ആൻഡ് മോഡൽ 4800-നും 5100-നും ഇടയ്ക്ക് ഞാനൊരു ബൈയിങ് അല്ലെങ്കിൽ ആ $300 ഭാഗത്ത് ഞാനൊരു ബൈയിങ്ങിനോ സെല്ലിങ്ങിനോ ചിന്തിക്കുന്നില്ല. അതിനെ ഒരു നോൺ ട്രേഡ് സോണാന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യും. 5100 മുകളിൽ നിൽക്കണമെങ്കിൽ $1400 ഭാഗത്തേക്ക് പോകും. ഇല്ല 4800 പൊട്ടിയാണെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി 4665 ഭാഗത്തേക്ക് USD ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഫോറക്സ് ലെവലിൽ വളരെയധികം പോസിബിൾ ആണ്. ഇതാണ് എനിക്ക് ഗോൾഡിനെ സംബന്ധിച്ചുള്ള ഒരു പൊതുവെയുള്ളൊരു വീക്ക്ലി വ്യൂ. അടുത്തത് സിൽവർ ഹെവി ട്രെൻഡ് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ വിത്ത് POC 110 9 ഭാഗം. ചുരുക്കി പറഞ്ഞാൽ സിൽവറിനാണ് കുറച്ചും കൂടെ ട്രേഡബിൾ ചാൻസ് ഗോൾഡിനെ കാട്ടി വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിൽ ഓർത്തോളൂ, $92 ഭാഗത്ത് $95 ഭാഗത്ത് ഹെവി ഒരു ബൈയിങ് വന്നിട്ടുണ്ട് സിൽവറിൽ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സെല്ലിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ $85 താഴെ സിൽവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $76 വരെ വരാനുള്ള ചാൻസ് വീണ്ടും കൂടുതലാണ്. $76 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് $72 ഭാഗത്തും അതുപോലെ $69 ഭാഗത്തും ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ $69-70 ഭാഗത്ത് സിൽവറിൽ ഒരു ബൈയിങ് മൊമെന്റം കാണാൻ പറ്റും. ഈ 70 പൊട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ 67-60 ആ റേഞ്ച് പൊട്ടുകയാണെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോവാം, $58-53 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. ഇല്ല രണ്ടാമത് തിരിച്ച് $94 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 106 വേണമെങ്കിൽ ഈ 109 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ സിൽവറിനെ സംബന്ധിച്ച്
ഈ $85 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അപ് ടു $106 ഭാഗത്ത് കുറച്ച് അനോമലീസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 76 എന്ന് പറഞ്ഞ ആ ഡോളർ പൊട്ടുകയാണെങ്കിൽ താഴേക്ക് അടിക്കാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ സിൽവറെ സംബന്ധിച്ച് ഈ ഒരു പ്രൊഫൈൽ ഒരു ഡേഞ്ചറസ് പ്രൊഫൈലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ $92 മുകളിൽ എത്താനെങ്കിൽ തിരിച്ച് $106 വരെ പോകാനുള്ള ചാൻസ് സിൽവറിൽ കൂടുതലാണ്. ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ 110 മുകളിൽ നിൽക്കുകയാണെങ്കിൽ $112 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്കിലും സിൽവറിലും ഡിപ്പ് ബൈയിങ്ങോ ഈ ഒരു ഭാഗം 74-72 ഭാഗത്തൊരു ഡിപ്പ് ബൈയിങ് ഇപ്പോഴും സിൽവറിൽ പോസിബിൾ ആണ്. കാരണം അത്രയൊക്കെ അങ്ങോട്ട് സെല്ലിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ് മാറിയിട്ടില്ല. വേണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ടോപ്പ് ഇന്ന് ഗോൾഡിലും സിൽവറിലും വന്ന ടോപ്പ് വേണമെങ്കിൽ ഒരു ഇൻട്രീം ടോപ്പായിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ലെവൽസ് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ സിൽവറിനും ഗോൾഡിനും സംബന്ധിച്ച് ഞാനൊരു വെയിറ്റ് ആൻഡ് മോഡാണ്. 5110 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഗോൾഡിൽ ബൈയിങ്ങിനെ കുറിച്ച് തിരിക്കുന്നുള്ളൂ. അത് $5300 വരെ പോവാം. സിൽവറിനെ സംബന്ധിച്ച് $96 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അപ് ടു 106-110 ഭാഗത്തേക്ക് സിൽവറിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. $72 സിൽവറിലെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഗോൾഡിൽ 4665. ഇത് രണ്ടും പൊട്ടാതെ നോക്കണം മാർക്കറ്റ്. ഇത് പൊട്ടിയാൽ ഇനിയൊരു ഫർദർ സെല്ലിങ് ഹെഡ്ജ് ഫണ്ട് ഭാഗത്തുനിന്ന് ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ എല്ലാവർക്കും സന്തോഷ വാർത്ത. നമ്മുടെ MCX സപ്പോർട്ട് പ്ലാന് പുതിയ വിൻഡോ ഈ ഫെബ്രുവരി മാസത്തേക്ക് വേണ്ടിയുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ജോയിൻ ചെയ്യാം. ഒന്നുകിൽ മന്ത്ലി ജോയിൻ ചെയ്യാം, മന്ത്ലിയുടെ പ്ലാൻ എടുത്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി പ്ലാൻ നിങ്ങൾക്ക് എടുത്ത് ജോയിൻ ചെയ്യാം. 2 മാസത്തെ മന്ത്ലി പ്ലാൻ എടുക്കുകയാണെങ്കിൽ 1 മന്ത് ഫ്രീ ആണ്. അതായത് 3 മാസത്തെ ക്വാർട്ടർലി പ്ലാൻ 2 മാസത്തെ മന്ത്ലി ഫീ മാത്രം അടച്ചാൽ മതി. 1 മന്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അതിൽ ഫോറക്സിന്റെ ലെവൽസ് കൊടുക്കുന്നുണ്ട്, MCXന്റെ ലെവൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി ട്രേഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റ് ഇതന്നെ ഒരു വീഡിയോ ഒരു ട്രേഡിംഗ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ കൂടുതൽ അറിയാൻ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 14 ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ വാലന്റൈൻസ് ഡേ അന്ന് പ്രണയ ദിനത്തിൽ നമ്മൾ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുവാനും ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരു കൊളാബറേഷൻ ആയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് നടത്തുന്നുണ്ട്. ആ ഈവന്റിൽ പങ്കെടുക്കാനും അതിൽ ഫോറക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻവെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ട്രേഡിംഗിൽ എങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ കുറിച്ച് പറയുന്നുണ്ട്, മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ എങ്ങനെ ട്രേഡിംഗിനെ ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനെ കുറിച്ച് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെൽത്ത് പാക്ഡ് സെഷനാണ്. ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ബിസിനസ് വീഡിയോ ഇഷ്ടപ്പെടുത്താനും മറക്കാതിരിക്കുക. ഹാപ്പി വീക്കെൻഡ്. നാളെ ബഡ്ജറ്റാണ്. സൂക്ഷിക്കുക.